1972-ലാണ് ഫിലിംഫെയർ പുരസ്കാരം ആദ്യമായി നൽകുന്നത്. അതിനുശേഷം ഫിലിംഫെയറിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു നടൻ മാത്രമാണ് മികച്ച നടനുള്ള പുരസ്കാരം തുടർച്ചയായ 3 വർഷങ്ങളിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് മറ്റാരുമല്ല, മലയാളത്തിന്റെ മോഹൻലാലാണ്. 1993-ൽ ദേവാസുരത്തിലെ മികച്ച പ്രകടനത്തോടെ മോഹൻലാൽ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. തൊട്ടടുത്ത വർഷം 94-ൽ പവിത്രത്തിലെ മികച്ച പ്രകടനത്തിന് മോഹൻലാലിന് വീണ്ടും ഫിലിംഫെയർ പുരസ്കാരം ലഭിച്ചു. ഇത്തവണയും മികച്ച നടനുള്ള പുരസ്കാരം തന്നെയാണ് ലഭിച്ചത്. 95-ൽ മോഹൻലാലിനെ തേടി മികച്ച നടനുള്ള പുരസ്കാരം എത്തിയത് സ്ഫടികത്തിലെ ആടുതോമയായുള്ള ഗംഭീര പ്രകടനത്തിലൂടെയാണ്. ഇങ്ങനെ 93, 94, 95 വർഷങ്ങളിൽ മോഹൻലാൽ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടി. മറ്റൊരു അഭിനേതാവിനും ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഹൻലാലിനെ സംബന്ധിച്ച് മികച്ച നടനുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഒരേ ഒരു മലയാള നടനാണ് മോഹൻലാൽ. പ്രേം നസീറിന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന അഭിനേതാവാണ് മോഹൻലാൽ. മോഹൻലാലിന് ഇനിയും ഒട്ടേറെ ഫിലിംഫെയർ പുരസ്കാരങ്ങൾ നേടാൻ കഴിയട്ടെ. മലയാളത്തിന്റെ അഭിമാനമായ ലാലേട്ടന്റെ ഒരു അപൂർവ നേട്ടം തന്നെയാണ് ഫിലിംഫെയർ പുരസ്കാരം തുടർച്ചയായി 3 വർഷങ്ങളിൽ സ്വന്തമാക്കിയത്.